ബോളിവുഡിൽ 2023 റിലീസ് ചെയ്ത സിനിമകളിൽ ഏറ്റവും വലിയ കോളിളക്കം സൃഷ്ടിച്ച ചിത്രമായിരുന്നു രൺബീർ കപൂറിനെ നായകനാക്കി സന്ദീപ് റെഡ്ഡി വാങ്ക സംവിധാനം ചെയ്ത ആനിമൽ. 100 കോടി മുതൽ മുടക്കിലൊരുങ്ങിയ ചിത്രം 917 കോടി രൂപയാണ് ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത്. രശ്മിക മന്ദാന, ബോബി ഡിയോൾ, അനിൽ കപൂർ, തൃപ്തി ദിംറി എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. സ്ത്രീവിരുദ്ധതയുടെയും അക്രമം നിറഞ്ഞ രംഗങ്ങളുടെയും കുത്തൊഴുക്ക് കാരണം ആനിമൽ ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു. പിതാവിനോട് അമിതമായ സ്നേഹവും ബഹുമാനവുമുള്ള ഒരു മകന്റെ കഥയാണ് ആനിമൽ. കഥാപാത്രമായുള്ള പ്രകടനത്തിന്റെ പേരിൽ രൺബീർ കപൂർ ഏറെ പ്രശംസിക്കപ്പെട്ടപ്പോഴും ബോളിവുഡിലെ ഒട്ടനവധി സിനിമാ പ്രവർത്തകർ സിനിമയെ കടന്നാക്രമിച്ചിരുന്നു. സന്ദീപ് റെഡ്ഡി വാങ്ക സംവിധാനം ചെയ്ത അർജുൻ റെഡ്ഡി, കബീർ സിംഗ് എന്നീ ചിത്രങ്ങൾക്കെതിരെയും സമാന രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. സ്ത്രീവിരുദ്ധതയും മറ്റു വയലൻസുകളുമാണ് ഇതിന് കാരണം. ഗാനരചയിതാവും നടനും സഹസംവിധായകനുമായ സ്വാനന്ദ് കിർക്കിരെ, ക്രിക്കറ്റ് താരം ജയദേവ് ഉൻഖഡ്, കോൺഗ്രസ് നേതാവും ഛത്തീസ്ഗഡ് എംപിയുമായ രഞ്ജീത് രഞ്ജൻ തുടങ്ങിയവർ രൂക്ഷ വിമർശനം ഉന്നയിച്ചപ്പോൾ സംവിധായകൻ അനുരാഗ് കശ്യപ്, ഗായകൻ അത്മൻ സമി തുടങ്ങിയവർ ചിത്രത്തെ അനുകൂലിക്കുന്ന അഭിപ്രായങ്ങളാണ് പങ്കുവച്ചത്. കവിയും ഗാനരചയിതാവുമായ ജാവേദ് അക്തർ ആനിമലിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചിരുന്നു. സമൂഹം കൈയടിക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്നത്തെ യുവ സംവിധായകർക്ക് ഒരു പരീക്ഷണ സമയമാണെന്ന് താൻ വിശ്വസിക്കുന്നു. പുരുഷൻ സ്ത്രീയോട് ചെരുപ്പ് നക്കാൻ ആവശ്യപ്പെടുന്ന സിനിമയുണ്ടെങ്കിൽ സ്ത്രീ ആയതുകൊണ്ട് തല്ലിയാലും കുഴപ്പമില്ലെന്ന് പുരുഷൻ പറയുന്ന സിനിമ സൂപ്പർ ഹിറ്റ് ആണെങ്കിൽ വളരെ അപകടകരമാണെന്നാണ് ജാവേദ് അക്തർ പറഞ്ഞത്. ആനിമലിൽ രൺബീറിന്റെ കഥാപാത്രം കാമുകിയോട് ഷൂ നക്കാൻ ആവശ്യപ്പെടുന്ന രംഗമുണ്ട്. സിനിമയിൽ നിന്ന് ഈ രംഗം നീക്കം ചെയ്യണമെന്ന ആവശ്യങ്ങളും ഉയർന്നിരുന്നു. ജാവേദ് അക്തറിന്റെ വിമർശനത്തോട് ഇപ്പോൾ പ്രതികരിക്കുകയാണ് സംവിധായകൻ സന്ദീപ് റെഡ്ഡി. ജാവേദ് അക്തറിന്റെ മകനും നടനും ഗായകനുമായ ഫർഹാൻ അക്തർ നിർമ്മിച്ച മിർസാപൂർ എന്ന വെബ് സീരീസിനെ കടന്നാക്രമിച്ചായിരുന്നു സന്ദീപ് റെഡ്ഡിയുടെ മറുപടി. ജാവേദ് അക്തർ സിനിമ കണ്ടിട്ടില്ലെന്ന് തനിക്ക് വ്യക്തമായി അറിയാമെന്നും മറ്റൊരാളുടെ കലാസൃഷ്ടിക്കുമേൽ കല്ലെറിയുന്നവർ സ്വന്തം പശ്ചാത്തലം പരിശോധിക്കണമെന്നും സന്ദീപ് റെഡ്ഡി ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. മിർസാപൂർ എന്ന സീരീസ് നിർമ്മിക്കുമ്പോൾ എന്തുകൊണ്ട് ജാവേദ് അക്തർ സ്വന്തം മകനോട് ഇതൊന്നും പറഞ്ഞില്ല? ആ സീരീസിൽ ഉടനീളം മോശം ഭാഷയാണ് ഉപയോഗിച്ചിരുന്നത്. ഞാനത് മുഴുവൻ കണ്ടിട്ടില്ല. തെലുങ്കിലേക്ക് മൊഴി മാറ്റിയ ആ ഷോ കണ്ടാൽ നിങ്ങൾക്ക് ഛർദ്ദിക്കാൻ തോന്നും. എന്തുകൊണ്ട് ജാവേദ് സ്വന്തം മകന്റെ സൃഷ്ടികൾ പരിശോധിക്കുന്നില്ല? സന്ദീപ് റെഡ്ഡി പറഞ്ഞു. എന്നിരുന്നാലും ഏറെക്കാലത്തിന് ശേഷം ബോളിവുഡ് തിരിച്ചു കൊണ്ടുവന്ന ചിത്രം കൂടിയായിരുന്നു ആനിമൽ. മാത്രവുമല്ല, രൺബീർ കപൂർ എന്ന നടനെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നതിൽ ഈ ചിത്രം ഏറെ പങ്കുവഹിച്ചു. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.